നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ വർഷം പിറന്ന് 2 മാസം പിന്നിടുമ്പോൾ നമ്മൾ കേട്ടത് എത്ര ക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്തകളാണ്. കണ്ടുകണ്ട് നമുക്ക് തന്നെ അത് മടുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന ഇരട്ട കൊലപാതകം കൂടെ നടന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് ഇത് നടന്നിരിക്കുന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് യുവാവ് സ്വന്തം ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് കേട്ടത്. ഫോണിൽ കണ്ട വാട്സപ്പ് മെസ്സേജിനെ ചൊല്ലിയുള്ള സംശയവും തർക്കവുമാണ് ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കോന്നി കലഞ്ഞൂർ പാടം പടയണിപ്പാറ എരുത്വാപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും 28 വയസ്സ്, സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണുവിനെയുമാണ് 30 വയസ്സാണ് വൈഷ്ണവിയുടെ ഭർത്താവായിട്ടുള്ള ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ മാറികിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ വാട്സാപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി. നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു. കയ്യിൽ വാക്കത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും ഇറങ്ങിച്ചെന്നില്ല. തുടർന്ന് വലിച്ചിറക്കി മുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു. തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണു വെട്ടി ഗുരുതര പരിക്കേറ്റ് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെ വിളിച്ച് താൻ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിയെന്ന വിവരം അറിയിച്ചു. കുടൽ പോലീസ് എത്തിയപ്പോൾ അനുസരണയോടെ പോലീസിനൊപ്പം പോവുകയായിരുന്നു. ഇരുവരും 2 സമുദായക്കാരായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇവർക്ക് 10ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ്. അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിഷ്ണു ബൈജു ആശാരി പണിക്കാരാണ്. ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു. ബൈജു നിലവിൽ കുടൽ സ്റ്റേഷനിലാണുള്ളത്. ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. യുവതിയുടെ സുഹൃത്തായ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമം. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്ന് പോലീസ് പറയുന്നു. ഇരുവരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈജുവിനെ വിശദമായ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലും ഇന്ന് നടക്കും. സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട ഞെട്ടലിലാണ് കലഞ്ഞൂർ നിവാസികൾ. ഏതായാലും കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പാണ് വെഞ്ഞാറമ്മൂട് ഇത്തരത്തിൽ ഒരു 23 വയസ്സുള്ള യുവാവ് സ്വന്തം കുടുംബത്തിലുള്ളതും തന്റെ പ്രണയിനിയായിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ അടക്കം 5 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അന്നും ഇതേ രീതിയിൽ തന്നെയാണ് തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഓടി ഒളിക്കാനൊന്നും ശ്രമിക്കാതെ കുളിച്ച് കൊലപാതകങ്ങളെല്ലാം നടത്തിയ ശേഷം കുളിച്ച് നേരെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. ഇവിടെയും ഇത് തന്നെയാണ് പ്രതി ചെയ്തിരിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷം തന്റെ ദേഹത്തുണ്ടായിരുന്ന രക്തക്കറയെല്ലാം തന്നെ കഴുകിക്കളഞ്ഞ് സുഹൃത്തിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. ഏതായാലും വീണ്ടും ഒരു ഞെട്ടലുണ്ടാക്കുന്ന കൊലപാതക വാർത്ത കൂടിയാണ് കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.